വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നമ്മുടെ PSC പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസംബറിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 ദിവസം പ്രിപ്പയർ ചെയ്യുക. ഒരു നമ്മൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക. അതിനകത്ത് ഫസ്റ്റ് ടാസ്ക് ആയിട്ട് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉള്ള റിസോഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് വെക്കണം, എന്നിട്ട് അതിനൊരു ഫോട്ടോ എടുത്തിടണം, ടെലിഗ്രാമിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇഷ്ടംപോലെ വീഡിയോസ് ഫോട്ടോസ് എനിക്ക് കിട്ടി, ഒരുപാട് ഫോട്ടോസ് എനിക്ക് കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ വിലക്കെടുത്താൽ ചെയ്തല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അല്ലാതെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓരോരുത്തടുത്തും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ Day 2 രണ്ടാമത്തെ ടാസ്ക് എന്താണെന്നാണ്. രണ്ടാം ടാസ്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് തിങ്, വലിച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റ് തിങ്, നമ്മുടെ യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബേഴ്സ് 10,000 ആയിട്ടുണ്ട്. 10,000 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 10,000 പേർക്കും, നിങ്ങൾ വീഡിയോ കാണുന്നവർക്കും, ലൈക്ക് ചെയ്യുന്നവർക്കും, ഷെയർ ചെയ്യുന്നവർക്കും, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കാരണം ഞാൻ വിചാരിച്ചതല്ല ഇത്രയും വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത് എൻ്റെ ചാനലിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്, എനിക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ്, നിങ്ങളെ കാണുന്നത്, സംസാരിക്കുന്നത് എല്ലാം എനിക്ക് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ ഓരോരുത്തരാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ നിങ്ങളുടെ ഉള്ള സ്നേഹവും ആ ഒരു നന്ദിയും കടപ്പാടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയും ഒരു സംഭവം ഉണ്ട്. അത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ, ഓരോരുത്തടുത്തും താങ്ക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടാസ്ക്കാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം സെക്കൻഡ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു എക്സ്പീരിമെൻ്റ് ആണ്. നമ്മൾ 1 മണിക്കൂർ, ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, 1 മണിക്കൂർ ഒന്നും ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നല്ലൊരു സ്പോട്ട് ഇരിക്കുക. നിങ്ങൾ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം എടുത്തിട്ട് ആ ഒരു സ്പേസ് എടുത്തിട്ട് ഇരിക്കുക. മനസ്സിലായില്ല? അത് ആരെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നുമില്ലാത്ത രീതിയിൽ കാമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം, 1 മണിക്കൂർ നിങ്ങൾ ലൈഫിൽ 1 മണിക്കൂർ, ഒരു ദിവസത്തെ 1 മണിക്കൂർ എടുത്ത് ഇരിക്കുക. മനസ്സിലായി? വെറുതെ ഇരിക്കുക. നമ്മൾ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പോസ്റ്റ് ആവാറുണ്ടല്ലോ. ഇപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ആവാറുണ്ട്. എവിടെയെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി കാത്തു നിന്നിട്ട് പോസ്റ്റ് ആവാറുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോസ്റ്റ് ആവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാറുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കാറുണ്ട് അല്ലേ? ഇത് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക? 1 മണിക്കൂർ വെറുതെ ഇരിക്കുക. റെഡിയാണോ അങ്ങനെ വെറുതെ ഇരിക്കാൻ? അപ്പോൾ ആ 1 മണിക്കൂർ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്പേസ് എടുത്തു. നിങ്ങൾ കയ്യിൽ ബുക്കോ പെൻസിലോ പേനയോ ഒന്നും വേണ്ട. മെയിനായിട്ട് ഫോൺ വേണ്ട. അങ്ങനൊരു സമയം ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെംപ്ടേഷൻ ആയിരിക്കും. ഫോൺ എടുക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കണോ, അല്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾ കൈ ഇങ്ങനെ വെക്കണോ എങ്ങനെ അറിയാത്തൊരു ഒരുമാതിരി എങ്ങനെ ഇരിക്കണം എന്ന് അറിയാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ പതുക്കെ അതുമായിട്ടൊരു പൊരുത്തപ്പെട്ട് വരും. നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ പതുക്കെ നമ്മൾ ആരുമായിട്ടിരിക്കാൻ തുടങ്ങും? നമ്മളിലേക്ക് തന്നെ, നമ്മളും മാത്രം. മനസ്സിലായോ? നിങ്ങളോടൊപ്പം ഇരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാനും എൻ്റെ മൈൻഡും, എൻ്റെ ചിന്തകളും ഞാനും മാത്രം. അപ്പോൾ നമ്മൾ ആ ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തുമാത്രം വലിച്ചു വാരിട്ടേക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ. നമ്മളെ ചിന്തകൾ ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ലോക സിനിമയിലെ പാട്ടായിരിക്കും നമ്മൾ മനസ്സിലോടുന്നത്. അല്ലെങ്കിൽ നമ്മളിന്ന് വൈകിട്ട് എന്ത് കറി വെക്കുന്നുള്ള കാര്യമായിരിക്കും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും, അപ്പുറത്ത് പോയി ആ ചേട്ടൻ കൊള്ളാലോ, ഡ്രസ്സ് കൊള്ളാലോ, അങ്ങനത്തെ ചിന്തകളായിരിക്കും. അന്ന് അവള് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഓർമ്മ വരുന്നത്. അങ്ങനെ പല തോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലോട് അപ്പം വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർമ്മ വരും. ഓക്കെ. എല്ലാം വരട്ടെ, ഒന്നേ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട, എല്ലാം വരട്ടെ. വന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നമ്മളിലേക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യം, നമ്മൾ ഭാവിയിൽ എന്തൊക്കെയായിരിക്കണം, ഭാവിയിൽ ഞാൻ എന്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ PSCയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാം ഏതിനു വേണ്ടിയിട്ടുള്ള എക്സാമാണ്, ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ എൻ്റെ PSC പഠനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു സാമാന്യം ഒരു വ്യക്തി PSC പഠിക്കുന്ന ഒരാളുടെ ആണെങ്കിൽ ലൈഫ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സ് ഓഫ്ലൈൻ എടുക്കുന്നുണ്ടോ, എല്ലാ ദിവസവും ഞാൻ പോകുന്നുണ്ടോ, ഞാൻ എടുത്ത ഓൺലൈൻ ക്ലാസ് എല്ലാം കാണുന്നുണ്ടോ, ഞാനത് കാണുന്നില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ എത്തും എന്നുള്ള കുറേ റിയലൈസേഷൻ അവിടെ നിങ്ങൾക്ക് സംഭവിക്കും. കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും, ഞാൻ അത് അവിടെ എത്തുമോ, എനിക്ക് ഏത് എക്സാമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഏതിനു വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്, എൻ്റെ വീക്ക് ഏരിയാസ് ഏതാണ്, എൻ്റെ സ്ട്രോങ് ഏരിയാസ് എന്താണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരും. ഞാൻ ഈ പറയുന്ന ലിസ്റ്റുകൾ മാത്രമല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കും. മനസ്സിലാവും? അങ്ങനെ ചിന്തിക്കുക. ഇന്ന് നമ്മൾ അത് ചെയ്യാൻ പോവാം. ഇന്ന് ആ ടാസ്ക് നമ്മൾ എടുക്കാൻ പോവാം. 1 മണിക്കൂർ വെറുതെ ഇരുന്ന് ചിന്തിച്ച് നമുക്ക് അവസാനം ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു അറേഞ്ച്മെന്റ് വരും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റും, എന്തിനാണ് ഞാൻ കേപ്പബിൾ,
ഞാൻ എന്തുമാത്രം പൊട്ടൻഷ്യൽ എനിക്കുണ്ട്, എൻ്റെ എത്ര ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്, എനിക്ക് എന്തുമാത്രം സപ്പോർട്ടുണ്ട്, ഞാൻ എത്രമാത്രം ബ്ലെസ്ഡ് ആണ് എന്നുള്ള കുറേ പോസിറ്റീവ് രീതിയിലൂടെ നമ്മൾ മൈൻഡിനെ കൊണ്ടുവരണം. മനസ്സിലായി? ചിന്തിച്ച് ഒരു രീതിയിൽ നെഗറ്റീവ് എത്തും. പിന്നെ നമ്മൾ ആലോചിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, ഞാൻ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പ്രോബ്ലംസ് ആലോചിച്ചു, പിന്നെ നമ്മൾ തന്നെ സൊല്യൂഷൻ നമ്മളെ മൈൻഡിൽ കണ്ടുപിടിക്കണം. മനസ്സിലായോ? പ്രോബ്ലമും സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ആ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അലാറം അടിച്ചു, നമ്മൾ ഓഫാക്കി നോക്കും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തന്നെ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് അനുഭവിച്ചിട്ടേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാവും, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ഐഡിയ വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട്, ഒരു എക്സ്ട്രാ 15 മിനിറ്റ് ഇരുന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് വ്യക്തമായിട്ട് എഴുതുക. നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച നിങ്ങളുടെ ആ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആ പോയിന്റുകൾ, വാല്യുബിൾ ആയിട്ട് നിങ്ങൾ എന്താണുള്ള ആ കോർ. ചിലപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളത് ആ കോർ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളൊരു പേപ്പറിനകത്തോട്ട് എഴുതുക. നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ ക്ലാരിറ്റി ഇല്ലേ, ആ ക്ലാരിറ്റി എഴുതിയ പേപ്പറിനകത്ത് നിറയ്ക്കുക. മനസ്സിലായി? പേപ്പറിനകത്ത് നിറയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ഐഡിയ ഇടാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെ, ആ ഐഡിയ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആ പേപ്പറിൽ മൊത്തം നിറച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാം. ചേച്ചി, ഞാൻ എഴുതിയിട്ട് എനിക്ക് ഇതാണെന്ന് കിട്ടിയ എൻ്റെ റിസൾട്ട്, ഇതാണ് എൻ്റെ ഒരു ചാർട്ട്, ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് ആ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, ഒരു നിർബന്ധവും ഇല്ല. യു ആർ ഫ്രീ ടു കീപ്പ് ഇറ്റ് അല്ലെങ്കിൽ ടു ഷെയർ ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് വെച്ചേക്കാം. മനസ്സിലായോ? അത് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ഇതാണ് എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയത്തില്ലല്ലോ. അപ്പം എനിക്കൊന്ന് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. ഞാൻ അത് എവിടെയും പോസ്റ്റ് ചെയ്യത്തില്ല, എവിടെയും ഷെയർ ചെയ്യത്തില്ല, അതൊന്നും സ്റ്റോറി ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഞാനും നിങ്ങളും മാത്രം. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. എനിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഞാൻ അതൊക്കെ എങ്ങനെ സൊല്യൂഷൻ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ ഒരു ചാർട്ട്, ഞാൻ ഇങ്ങനെയാണ് പോകാൻ പോകുന്നതെന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളിതെങ്ങനെ നമ്മൾ PSCയിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGS ആണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ഇനി നിങ്ങൾ ഏത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതിന് ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കോർ ഐഡിയ. നമുക്കങ്ങ് വെപ്രാളമല്ലേ, നമുക്ക് നോട്ട് കിട്ടുന്നു, ഒരുപാട് നോട്ട് നമ്മളതിലുണ്ട്, ഒരുപാട് റിസോഴ്സ് നമ്മളതിലുണ്ട്, നമ്മളതിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു മെൻറ്ററുണ്ട്, പഠിപ്പിക്കാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ എക്സാംസ് എഴുതുന്നുണ്ട്, മാർക്ക് കിട്ടുന്നുണ്ട്, കുറയുന്നുണ്ട്, എല്ലാം ഒരു ബഹളമയത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അനലൈസ് ചെയ്ത് ഡിസംബറിലോട്ട് കയറുന്നതിന് മുമ്പ് ഈ ഒരു ടാസ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. മനസ്സിലായി? ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഓക്കെ, ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. വെറുതെ നിങ്ങളിത് പറഞ്ഞിട്ട് അങ്ങ് പോവുകയല്ല, ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വേണ്ടി ഞാനും ഇത് വർക്കൗട്ട് ചെയ്യാൻ പോവാം. ഞാൻ ഇന്ന് എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ കണ്ടെത്തിയിട്ട് ഞാൻ ഇതുമായിട്ട് ഇരിക്കാൻ പോവാണ്. ഇരുന്നിട്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ എൻ്റെ സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാനൊരു 15 മിനിറ്റ് ഞാനും എഴുതുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ സംഭവം ഞാൻ ഈ 10 ഡേ എന്ന് പറയുമ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒറ്റയ്ക്കല്ല, ഞാനും ചെയ്യുന്നുണ്ട്. ഓക്കെ, 10 ദിവസം ഇന്നലെ ഞാൻ റിസോഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചു. എൻ്റെ റിസോഴ്സ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാം. നമുക്ക് നാളെ അടുത്ത ടാസ്ക് ഉണ്ട്. ഓക്കെ, 10 ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പറയുന്ന കണക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലായി? നമുക്കൊരു വ്യക്തത വേണം. നമ്മുടെ ലൈഫിൽ എന്താ വേണം? നമുക്കൊരു ഐഡിയ വേണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് നിനക്ക് PSC പഠിക്കാൻ പോകാം, ശരി PSC പഠിക്കാൻ പോകാം, അല്ലെ നീ PSC പഠിക്കാൻ പോകണ്ട, എനിക്ക് ചെയ്യാൻ പോകുന്നില്ല, ഇത് പഠിക്കുക, ഓക്കെ അത് പഠിക്കാം, SCRT പഠിക്കുക, SCRT വായിക്കാം. അതല്ല, നമുക്കൊരു ഐഡിയ വേണം. നമുക്കേ അറിയാവൂ. അപ്പോൾ നമ്മളെ തന്നെ അറിയണം. നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാസ്ക് ചെയ്യുന്നത്. അത് ഏത് എക്സാം, ഇനി മുമ്പിൽ വരുന്ന ഏത് എക്സാമിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് കാണുന്ന എന്നാണോ ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾ സെക്കൻഡ് ഡേ ആണെന്ന് ആലോചിക്കുക. ഫസ്റ്റ് ഡേ ടാസ്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും, PSCയിലെ ഏത് എക്സാം പഠിക്കുകയാണെങ്കിലും, UPSC ആണോ എന്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഇത് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഞാൻ സെക്കൻഡ് ഡേയിൽ നിൽക്കുകയാണ്. ഡിസംബറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഡേയിലാണ് ഇന്നത്തെ ടാസ്ക്. ഇതാണ്. ക്ലിയർ ആണല്ലോ? ടാസ്ക് 1 റിസോഴ്സ് കളക്ഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല വൃത്തിക്കാതെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇട്ട സ്റ്റോറി ഫോട്ടോസ് ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും പാളിച്ചല്ലോ, ഒരാൾ ഇട്ടിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, മെസ്സേജ് ചെയ്യാൻ അറിയിക്കുക, ഞാനത് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. യു ആർ ഫ്രീ ടു മെസ്സേജ് മീ. മെസ്സേജ് ചെയ്യുക, ടെലിഗ്രാമിനകത്തോ ഇൻസ്റ്റാഗ്രാമിനകത്തോ മെസ്സേജ് ചെയ്യുക. ഓക്കെ, യൂട്യൂബിനകത്ത് കമൻറ്റ് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് ഇൻവോൾവ് ചെയ്ത് ആൻസർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാനത് റിപ്ലൈ ചെയ്യാം. എന്നാലും ഈ ഒരു ടാസ്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടാസ്ക് 1 കഴിഞ്ഞവർ ടാസ്ക് 2 ചെയ്യുക.
ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഡിസംബർ നമുക്ക് സെറ്റ് ആക്കിയിട്ട് പഠിക്കാൻ തുടങ്ങണം. നമുക്ക് LGS പഠിക്കാനുണ്ട്, കമ്പനിയുടെ അസിസ്റ്റന്റ് പഠിക്കാനുണ്ട്, SCRT പഠിക്കാനുണ്ട്. ഇതിനൊക്കെ ഞാൻ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, APOയുടെ ബാച്ചാണ് ഇപ്പോൾ റണ്ണിങ്, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചാണ് ഇപ്പോൾ റണ്ണിങ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം, SCRTയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബേസ് സെറ്റ് ആവും. ക്ലിയർ ആണല്ലോ. നമുക്ക് എല്ലാവർക്കും ജോലി വാങ്ങിച്ചേ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ റെഡി ആണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും. ചെയ്യുക, ഇന്ന് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ ചോദിക്കുക, നമുക്കത് ക്ലാരിഫൈ ചെയ്തിട്ട് പോവാം. പിന്നെ അതുകൊണ്ട് തന്നെ അത്രേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും പ്രിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.